വരുന്നുണ്ടല്ലോ. എന്താണ് എന്തോ നീ നമ്പറിലോട്ടൊന്ന് വിളിക്കോ? സുനന്ദ ഉണ്ടോന്ന് ചോദിക്കണം. അവരെന്തേലും തിരിച്ചു ചോദിക്കാന്നെങ്കിൽ സുനന്ദയുടെ ഫ്രണ്ടാന്ന് പറയണം. എടാ നിനക്ക് ഇത് തന്നെയാണോ പണി? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ജീവിച്ച് പൊക്കോട്ടെ കിളി. നിന്നടുത്തല്ല ഞാൻ വേറെ ആരും തടി പറയുന്നേ. എടാ അപ്പൊ മറ്റേ പെണ്ണിനെ നമ്മൾ എന്തോ ചെയ്യും? സുപ്രിയ അതിപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. പിന്നെ വേറൊരെണ്ണത്തിന് നീ ഇപ്പൊ ബാംഗ്ലൂർ കാണാൻ പോയില്ലായിരുന്നു? എന്തോ എന്റെ പേരെന്തുവാ? മീനു ചക്രവർത്തി. മീനു ചക്രവർത്തി. അവളെ നേരിട്ട് കണ്ടിപ്പോ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നിന്നെ ഞാനൊന്ന് നമിച്ചോട്ടെ സുമേ, നമിച്ചോട്ടെ ഞാൻ പ്ലീസ്. നീ നമിക്കണ്ട, നീ വിളി. ഞാൻ എന്തോ പറയാനാ? നീ വിളി. വിളിക്കുമ്പം പതറാ സംസാരിക്കണം അച്ഛൻ എടുക്കുമ്പോ. ഞാൻ എന്തിനാ പതർന്ന്? ഹലോ. ഇല്ല അങ്കിള്, അത് ഞാൻ ഇവിടെ പറഞ്ഞതാ. അതെ, ഇത് സുനന്ദിനിയുടെ വീടല്ലേ? ഞാനേ സുനന്ദിനിയല്ല, സുനന്ദ. അല്ല സുനന്ദ. അത് തന്നെ. അത് ഞങ്ങള് സ്നേഹം കൂടുമ്പോ സുനന്ദിനിന്ന് അവളെ വിളിക്കുന്നേ, അതുകൊണ്ടാ. ഉണ്ടോ അവളവിടെ? എന്റെ പേരോ? എന്റെ പേരെന്തുവാ? ഫാത്തിമ ഇസ്മായിൽ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇല്ല, അത് റേഞ്ച് പോയതായിരുന്നു. എന്തോ ചോദിച്ചേ? എന്റെ പേര് ഫാത്തിമ ഇസ്മായിൽ. ഇസ്മായിൽ എന്റെ വാപ്പയാ. ഉണ്ടോ അവളവിടെ? ആണോ? ഇതെന്നാ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ശരി. അവളവിടെ ഇല്ല. നിന്നാ മാമനടുത്ത് ചൂടായേ? മാമനോ? ഏത് വകയില്? ഞാനെങ്ങളും സുനന്ദ കെട്ടിങ്ങ പിന്നെ എന്റെ മാമനല്ലേ അത്? മാമൻ. ബസ് എത്ര മാമന്മാരുണ്ടാവും അപ്പൊ മോന്? സുനന്ദ, സുപ്രിയ, മീനു ചക്രവർത്തി. ഞാൻ അങ്ങനെ എണ്ണ ഒന്നും എടുത്തിട്ടില്ല, ഒരുപാടുണ്ട്. അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ എവിടുന്ന് കിട്ടിയതാ? ഇതൊക്കെ കിട്ടി. നിനക്കൊരു സന്തോഷ വാർത്തയാണ്. എന്തോന്ന് സന്തോഷ വാർത്ത? നിന്നെ കെട്ടിച്ചു വിടാൻ പോകും. നിനക്ക് വേണ്ടി നല്ല ഒരു ഉഗ്രം ബന്ധം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? പക്ഷേ നിങ്ങളുടെ അപ്പം പറഞ്ഞ ബന്ധങ്ങൾ അന്വേഷിക്കാൻ എനിക്ക് ഇപ്പൊ തന്നെ ആവശ്യത്തിൽ അധികമൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അങ്ങോട്ട് പറഞ്ഞു പൈങ്കിളി. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ബന്ധം. നീ കൂടുതലൊന്നും പറയണ്ട. നിന്നെ കെട്ടിച്ചു വിടാനാണ് തീരുമാനം. എടാ, എന്നാലും നിനക്കൊരു മാറ്റം വരും അല്ലേ? പക്ഷേ നീ എന്ത് വാ വാ എന്ന് പറഞ്ഞോണ്ടിരിക്കണേ? എന്ത് പറഞ്ഞാലും നിക്കവിടെ പറയട്ടെ. എന്താ പറയാ? നീ ഇങ്ങനെ ഇരുന്നാ ശരിയാവില്ല കേട്ടാ. അവൻ ദുർഗയെ പൊന്നുപോലെ നോക്കുമെന്ന്. അയ്യോ, പൊന്നുപോലും നോക്കിയില്ലെങ്കിലും വേണ്ടില്ല, ആ കൊച്ചിന്റെ ജീവൻ നശിപ്പിക്കായിരുന്നാ മതിയായിരുന്നു. ഇല്ലെന്ന് പറഞ്ഞില്ലേ? എത്ര പ്രാവശ്യം പറയണം? അവന്റെ സ്വന്തം കാര്യങ്ങളൊക്കെ നടത്തിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി നടക്കണമെന്നേ ഉള്ളൂ. സത്യത്തിൽ അവൻ പാവമാണ്. നീ ഒന്ന് ഓക്കെ ആവാതെ എന്നിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ അവന് ഭയങ്കര ബഹുമാനമാണ്. അതുപോലെ തന്നെ ആ ദുർഗയ്ക്കും അവക്കും എന്നെ ഭയങ്കര ബഹുമാനാ. അത് വെറുതെ കളയരുത്. ഇല്ലെന്ന് പറഞ്ഞപ്പോ ഉറപ്പാണോ? ഉറപ്പ്. നമുക്ക് ആലോചിക്കാം. എങ്ങാനും ഇനി അവനെ നന്നാക്കിയാലോ അല്ലേ? പിന്നെ നിന്നെ ഇവിടെ ആരും തറയിൽ വെക്കൂല. അവന്റെ സ്വഭാവമൊക്കെ മാറ്റിമറിച്ച് ഇവിടെ ഉള്ളവർക്ക് സമാധാനം കൊടുത്തതിന്റെ ഫുൾ ക്രെഡിറ്റ് നിനക്കായിരിക്കും. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? ഞാൻ എത്ര കാലം ശ്രമിച്ചിട്ട് നിങ്ങൾ നന്നാവത്തെ? അച്ഛമ്മ ഇവിടെ മുറുക്കാൻ നിന്നോണ്ടിരുന്നോ? ഇവിടെ നടക്കുന്നല്ല അച്ഛമ്മ അറിയുന്നുണ്ടോ? എന്താന്ന് എല്ലാവരോടും എന്നെ കെട്ടിച്ചു വിടാൻ നോക്കുക. അതെങ്ങനെയാ അച്ഛമ്മ? എനിക്ക് പതിനുള്ള പക്വതൊന്നും ആയിട്ടൊന്നുമില്ല. ആര് പറഞ്ഞു? ഇവിടെ റോഡിലോട്ട് ഇറങ്ങും പിള്ളേരൊക്കെ പറയുന്നു. റോഡിൽ ഇറങ്ങാതെ പറഞ്ഞാ മതിയാ. അമ്മ ഇതെന്തോ നമ്മ എല്ലാവരും കൂടെ കാണിച്ചു വിടുന്നത്? എനിക്ക് താല്പര്യമില്ലെന്ന് പറയാമ്മ. എന്തിനു താല്പര്യമില്ല? കല്യാണം കഴിക്കാൻ. എടാ, അവര് പറയുന്നതിലും കാര്യമുണ്ടോ ചേക്കാ? നീ ആ സ്കൂളിന്റെ അടുത്തുള്ള ആരോമലിനെ അറിയോ? അതെങ്കിൽ അവന് കോഴിയെ മോട്ടിച്ച് നടന്നവനാ. ഇപ്പൊ ഇത് നല്ല അന്തസ്സായിട്ട് കല്യാണം കഴിഞ്ഞ പിന്നെ ഓട്ടോറിക്ഷ ഓടിച്ചോണ്ട് ജീവിക്കുന്നു. അമ്മ ഈ കോഴിയെ മോടിച്ച് നടക്കുന്നവരായിട്ടോ അമ്മ എന്നെ കമ്പയർ ചെയ്യുന്നേ? അങ്ങനെയല്ല ചേക്കാ, അവന് ചെറിയ ദുസ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ കോഴിക്കുള്ള നന്നായാലും നീ നന്നാവത്തില്ല. അച്ഛമ്മ അച്ഛമ്മന്നെ. നിങ്ങളെ ചുമ്മാ ചാടി പഠിക്കണ ഞങ്ങളും കൂടെ പറയണമെന്ന് കേക്ക്. നീ ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഇവിടെ വന്നിരി. ആ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്താ. എനിക്ക് കാണണ്ട. നോക്കടാ, എനിക്ക് കാണണ്ട. കണ്ണൂറ തുറക്കത്തില്ല. കിളിയാക്കും. തുറക്കത്തില്ല. നോക്കടാ ഇങ്ങോട്ട്. കണ്ണു തുറന്ന് നോക്കടാ. ഇങ്ങനെയുണ്ട്.
കൊള്ളത്തില്ല. പേര് കേക്കണ്ടേ? വേണ്ട. ദുർഗ. നിങ്ങൾ എന്തിനാ എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ അടിച്ചേപ്പിക്കാൻ നോക്കുന്നത്? എന്നെ പ്രതി എത്ര പെണ്ണുങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമോ? അതുകൊണ്ട് എനിക്ക് ദുർഗ കല്യാണം കഴിക്കാൻ താല്പര്യമൊന്നുമില്ല. എത്ര പെണ്ണുങ്ങളോ? അപ്പൊ നീ എത്ര പേരെ കെട്ടാനാ പ്ലാന്? ഞാൻ പറഞ്ഞില്ലേ, കോഴിക്കള്ളം നന്നായാലും യവൻ നന്നാവത്തില്ല. ചേട്ടൻ ഇനി എത്ര കാര്യം നിർബന്ധിച്ചാലും ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു കൊച്ചിനെ കല്യാണം കഴിക്കും. അവൻ പോട്ടെ. അവരുടെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ അനുഭവിക്കാൻ അവന് യോഗമില്ല, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്തിനാ? അത്രേ ഉള്ളൂ. അതെന്തുവാ? നീ സെറ്റാക്കി വെച്ച ഏതിനെങ്കിലും തന്നെ കെട്ടിയാൽ മതി എന്ന് പറയുമായിരുന്നു. ഉള്ളതാന്ന് അവർ പറഞ്ഞിട്ട് പോയെ? എനിക്കെങ്ങനെ അറിയാം? ആയിരിക്കും. ഉള്ളതാ അച്ഛൻ അങ്ങനെ അവർ പറഞ്ഞിട്ട് പോയെ? ഉള്ളതാന്ന് അവർ പറഞ്ഞിട്ട് പോയെന്ന്. ആയിരിക്കും, എനിക്കെങ്ങനെ അറിയാനാ? ചേട്ടാ നിനക്ക് വേണ്ടാത്തോണ്ടല്ലേ? അല്ല, ഞാൻ അങ്ങനെ വേണ്ടാന്ന് തീർത്ത് പറഞ്ഞിട്ടില്ലല്ലേ. വേണ്ടെന്ന് അവനോട് ചെന്ന് പറ, ഞാൻ തീർത്ത് പറഞ്ഞിട്ടില്ല, നമുക്ക് ആലോചിക്കാന്ന് പറ. അച്ഛമ്മ ഒന്ന് പറയോ? ഞാൻ പറയത്തില്ല, നീ പറഞ്ഞാൽ മതി. നീ അല്ലേ അവരെ പിണക്കി വിട്ടത്, നീ അങ്ങ് പറഞ്ഞോണ്ടാ മതി. അച്ഛമ്മ ഒന്ന് പറയൂ. ഞാൻ പറയില്ലടാ. അടി വാങ്ങിക്കാതെ നീണിച്ച് പോന്നാണ് നിനക്ക് നല്ലത്. മനസ്സിലായാ? എന്നാ പോ. ഞാൻ പോവാന്നേ. പോ, നീ തന്നെ തുള്ളിക്കൊണ്ട് ഇവിടെ വരും. വന്നല്ലോ കല്യാണ ചെറുക്കൻ. എന്തായി? പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് ദേഷ്യം വന്നെങ്കിലേ കുറെ നേരം ഞാൻ ആലോചിച്ചു. അപ്പൊ അവര് പറയുന്നതിലും കാര്യമുണ്ടോ എന്ന് എനിക്കൊരു സംശയം. നീയല്ലാടാ കുറച്ചു മുമ്പ് പറഞ്ഞത് നിനക്ക് നല്ലതും ചീത്തയായിട്ടുള്ള കുറെ ബന്ധങ്ങളുണ്ടെന്ന്. എന്നിട്ട് നാണോ ഇല്ലല്ലോടാ ഇപ്പൊ കല്യാണത്തിന് സമ്മതിച്ചെന്ന് പറയാൻ? അല്ലടി കിളി, ഞാൻ എത്ര നാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. ഞാനും ഒന്ന് കഴുത്ത് നീട്ടി കൊടുക്കണ്ടേ? അത് നീയല്ലല്ലോ കഴുത്ത് നീട്ടി കൊടുക്കണ്ടേ, ആ പെണ്ണല്ലേ കഴുത്ത് നീട്ടി തരണ്ടേ? രണ്ടുപേരും ഇങ്ങനെ കഴുത്ത് നീട്ടുമല്ലോ. അടിപൊളി. നീ എന്തേലും നീ അതൊക്കെ വിട, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. പിന്നെന്ത് പ്രശ്നം? നീ ചേട്ടത്തിൽ പോയി പറയണം ഞാൻ മണിക്കൂറോളം ഇരുന്ന് ആലോചിച്ചെന്ന്. എടാ അതിന് അവര് വന്ന് പറഞ്ഞിട്ട് പോയിട്ട് 1.5 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഞാൻ അത്ര സമയം കൊണ്ട് ആലോചിക്കാൻ പറ്റത്തില്ല മനുഷ്യന്. ഞാൻ പറയുന്ന ഇയാളെ കൂടെ കേട്ടാ മതി. നീ എന്തിനാ എന്നോടൊക്കെ ചൂടായിക്കൊണ്ട് വരുന്നത്? വാങ്ങ് കേട്ടാ നീ എന്താ? നീ കൂളാവ്. ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. അങ്ങനെ മര്യാദയ്ക്ക് പറ, അപ്പൊ ഞാൻ കേക്കും. ഞാനേ തിരിച്ചു മറിച്ചൊക്കെ ആലോചിച്ച് നോക്കി. അപ്പൊ എനിക്ക് തോന്നി എന്താന്ന് അറിയാമോ? എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഒരു പെണ്ണിന്റെ വാത്സല്യം വന്നാലേ ജീവിതം പച്ച പിടിക്കുന്നു. അതിന് നിനക്ക് ഇപ്പൊ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ടല്ലോ കൂടെ. എനിക്ക് അങ്ങനെ ഇല്ലല്ലോ. ഭാര്യ. അപ്പൊ നീ ചേട്ടത്തിൽ പറയണം സുമേഷ് ഒറ്റയടിക്ക് ഓക്കെ പറഞ്ഞു. എടാ നീ കാര്യമായിട്ടാണോ? പിന്നെ അല്ലാതെ കാര്യമായിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എടി നമ്മുടെ കുടുംബത്തിൽ അമ്മയ്ക്ക് ഒരു മരുമോളെ കിട്ടും, നിനക്കൊരു നാത്തൂനെ കിട്ടും. എനിക്ക് ഓൾറെഡി ഒരു നാത്തൂനുണ്ട്. ഒന്നുകൂടെ വന്നാൽ സൂപ്പർ രസമായിരിക്കത്തില്ലേ? 3 നാത്തൂമാര്. എടാ അപ്പൊ ആ സുനന്ദ എന്ത് ചെയ്യും? എടി സുനന്ദ അച്ഛൻ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് കൊടുക്കും. അല്ലെങ്കിൽ എന്നെ കൊണ്ട് അച്ഛന് ഭയങ്കര വിഷമമായിരുന്നു. എടാ എങ്ങനെ സാധിക്കുന്നടാ നിന്നെ കൊണ്ട്? വർഷങ്ങളുടെ പരിചയം. നീ അതൊക്കെ ഇവിടെ നീ എന്തുവാ അവിടെ പോയി പറയണം കാര്യം. പറയാ, നീ ഒന്ന് അടങ്ങ്. നീ അവിടെ ചെന്നിട്ട് വളരെ നൈസായിട്ട് പറയണം. അല്ലാതെ അങ്ങനെ പോയി പറയരുത്. എന്നാ പിന്നെ നീ അങ്ങോട്ട് പോയി പറ. എടി നീ പറയടി. നീ പറ പതുക്കെ സാവധാനം സമാധാനത്തിൽ അവരെ പറഞ്ഞ് കേൾപ്പിച്ചാൽ മതി. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ പറയും. നിനക്ക് ഇപ്പൊ കല്യാണത്തിന് സമ്മതമാണെന്ന് പറയണം, അത്രയല്ലേ ഉള്ളൂ. നിന്റെ ഇഷ്ടത്തിന് നീ അങ്ങ് പറഞ്ഞാൽ മതി.